ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് എങ്ങനെയാണ് ഓരോ ടൈപ്പ് ക്വസ്റ്റ്യൻസും നമ്മൾ ഉണ്ടാക്കണമെന്നാണ് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റിന് നമുക്ക് ക്വസ്റ്റ്യൻസ് എന്താണെന്ന് നോക്കാം. There are many types of questions and all types of questions ask for some information. അതായത് പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓരോ ക്വസ്റ്റ്യനും എന്തെങ്കിലും കാര്യം നമ്മൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചോദിക്കുന്നത്. സം കോൾ ഫോർ ഇൻഫർമേഷൻ അബൌട്ട് ദ സബ്ജക്റ്റ്, ഒബ്ജക്റ്റ്, കോംപ്ലിമെൻറ്റ് ഓർ അഡ്വേർബിയൽസ് ഓഫ് എ സെൻറ്റൻസ്. ചില ക്വസ്റ്റ്യൻസിന് നമുക്ക് ഒരു സബ്ജക്റ്റിനെ കുറിച്ചോ ഒബ്ജക്റ്റിനെ കുറിച്ചോ കോംപ്ലിമെൻറ്റിനെ കുറിച്ചോ അഡ്വേർബിയൽസിനെ കുറിച്ചോ ഒക്കെ അറിയാനായിട്ടാണ് നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ അറിയാനായിട്ട് നമ്മൾ ചില ക്വസ്റ്റ്യൻസ് ചോദിക്കും. സം വാണ്ട് ദ ഇൻഫർമേഷൻ വെദർ സംബഡി ഈസ് സംതിങ് ഓർ വെദർ സംബഡി ഡിഡ് സംതിങ്. അതായത് ചില ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കുന്നത് എന്താ, ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ആണോ, അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തോ എന്നൊക്കെ ചോദിക്കാനായിട്ട് ചില ക്വസ്റ്റ്യൻസ്. സം ക്വസ്റ്റ്യൻസ് ഓഫർ 2 ഓപ്ഷൻസ് ആൻഡ് ആസ്ക് യു ടു ഐഡൻറ്റിഫൈ വൺ ഓഫ് ദം. ചില ക്വസ്റ്റ്യൻസിൽ നമുക്ക് 2 ഓപ്ഷൻ തരും, എന്നിട്ട് അതിൽ നിന്ന് ഏതാണെന്ന് നമ്മൾ തിരഞ്ഞെടുക്കണം. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ പറയുമ്പോൾ നമുക്കത് കൂടുതലായിട്ട് മനസ്സിലാവും. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് WH ക്വസ്റ്റ്യൻസ് ആണ്. WH ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളുടെ ക്വസ്റ്റ്യൻ തുടങ്ങുമ്പോൾ ഹൂ, വെയർ, വാട്ട്, വിച്ച് എന്നൊക്കെ ഉള്ള വേർഡ്സ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, WH ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഒരു സെൻറ്റൻസ് ആണിത്. ദേ മെയ്ഡ് ഹിം പ്രസിഡൻറ്റ് ഡ്യൂറിങ് ദ ലാസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് ടു ടേൺ അപ്പ് ദ അഡ്മിനിസ്ട്രേഷൻ. അതായത് കഴിഞ്ഞ ജനറൽ ബോഡി മീറ്റിങ്ങിൽ ഭരണം നന്നാക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു, അദ്ദേഹത്തെ പ്രസിഡൻ്റ് ആക്കി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാം. എല്ലാം WH ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഹൂ മെയ്ഡ് ഹിം പ്രസിഡൻറ്റ്. അദ്ദേഹത്തെ ആരാണ് പ്രസിഡൻ്റ് ആക്കിയത്, ഹൂ. സെക്കൻഡ് വൺ, ഹൂം ഡിഡ് ദേ മേക്ക് പ്രസിഡൻറ്റ്. ആരെയാണ് അവർ പ്രസിഡൻ്റ് ആക്കിയത്, അല്ലെങ്കിൽ ഹൂ ഡിഡ് ദേ മേക്ക് പ്രസിഡൻ്റ് എന്നും ചോദിക്കാം. വാട്ട് ഡിഡ് ദേ മേക്ക് ഹിം. അദ്ദേഹത്തെ എന്താണ് ആക്കിയത്. വെൻ ഡിഡ് ദേ മേക്ക് ഹിം പ്രസിഡൻറ്റ്. അദ്ദേഹത്തെ അവർ എപ്പോഴാണ് പ്രസിഡൻ്റ് ആക്കിയത്. വൈ ഡിഡ് ദേ മേക്ക് ഹിം പ്രസിഡൻറ്റ്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ അവർ പ്രസിഡൻ്റ് ആക്കിയത്. അപ്പോൾ നമുക്ക് ഈ എക്സാമ്പിളിൽ നിന്ന് എന്താ മനസ്സിലാവുന്നത്, വെൻ a WH question asks that the subject be identified, there is no change in the word order. അതായത് നമ്മൾ സബ്ജക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടാണ് നമ്മളൊരു ക്വസ്റ്റ്യൻ, അതായത് ആരാണ് ഒരു കാര്യം ചെയ്തതെന്നാണ് നമ്മൾ ചോദിക്കാൻ ഉദ്ദേശിക്കണമെങ്കിൽ അവിടെ നമ്മൾ ആ സെയിം വേർഡ് ഓർഡർ തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. എക്സാമ്പിൾ നോക്കാം. ഫസ്റ്റ് സെൻറ്റൻസ് നോക്കിയേ, ഹൂ മെയ്ഡ് ഹിം പ്രസിഡൻറ്റ്. അവിടെ നമ്മൾ സബ്ജക്റ്റ് അറിയാനായിട്ടാണ്, ആരാണ് അദ്ദേഹത്തെ പ്രസിഡൻ്റ് ആക്കിയത്, ആരാണ് ചെയ്തതെന്ന് നമ്മൾ അറിയാനായിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ വേർഡ് ഓർഡർ നോക്കി, ദേ മെയ്ഡ് ഹിം പ്രസിഡൻറ്റ്. അപ്പോൾ അവിടെ ദേ എന്നുള്ള ആൻസർ കിട്ടാൻ വേണ്ടി നമ്മളവിടെ എന്ത് കൊണ്ടുവന്നു, ഹൂ എന്നുള്ളത് കൊണ്ടുവന്നു. ബാക്കി സെൻറ്റൻസ് എങ്ങനെയാണ് വന്നേക്കണേ, മെയ്ഡ് ഹിം പ്രസിഡൻറ്റ് തന്നെയാണ്. അപ്പോൾ സെയിം വേർഡ് ഓർഡർ തന്നെയായിരിക്കും നമ്മൾ സബ്ജക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ. ബാക്കിയെല്ലാം നോക്കിയേ, ഹൂം ഡിഡ് ദേ മേക്ക്. സെക്കൻഡ് വൺ, വാട്ട് ഡിഡ് ദേ മേക്ക് ഹിം. വെൻ ഡിഡ് ദേ മേക്ക് ഹിം. അപ്പോൾ ഡിഡ് വന്നിട്ടുണ്ട് അതിൽ അതായത് ഡു പ്ലസ് ഇൻഫിനിറ്റീവ് ഫോമാണ് ബാക്കിയുള്ളതിലൊക്കെ വന്നേക്കുന്നത്. ഡു പ്ലസ് ഇൻഫിനിറ്റീവ്. അവിടെ വേണമെങ്കിൽ ഡസ് വരാം, അല്ലെങ്കിൽ ഡു വരാം. അപ്പോൾ അതിൻ്റെ ഇവിടെ പാസ്റ്റിലായതുകൊണ്ട് നമ്മൾ ഡിഡാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഡു പ്ലസ് ഇൻഫിനിറ്റീവ് ഫോമാണ് ബാക്കിയുള്ള കേസുകളിലെല്ലാം വരുന്നത്. ആൻഡ് ഡു ഈസ് പ്ലേസ്ഡ് ഇൻ ദ സെക്കൻഡ് പൊസിഷൻ. ഈ ഡു ഫോം എവിടെ വന്നിരിക്കുന്നത്, ഡിഡ് എന്നുള്ളത് ഡുവിൻ്റെ ഫോം തന്നെയാണല്ലോ. അത് ഏത് പൊസിഷനിലാണ് വന്നിരിക്കുന്നത്, സെക്കൻഡ് പൊസിഷനിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ WH ക്വസ്റ്റ്യൻ നമുക്ക് വളരെ എളുപ്പമായിട്ട് മനസ്സിലാവും. സബ്ജക്റ്റ് അറിയാനാണെങ്കിൽ സെയിം വേർഡ് ഓർഡർ തന്നെ നമ്മൾ ഫോളോ ചെയ്തിട്ട് ഫ്രണ്ടിൽ എന്ത് കൊടുത്താൽ മതി, ഹൂ കൊടുത്താൽ മതി. ബാക്കിയുള്ളതിലൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, സെക്കൻഡ് പൊസിഷനിൽ ഡു പ്ലസ് ഇൻഫിനിറ്റീവാണ് കൊടുക്കേണ്ടത്. ഡു ഫോം സെക്കൻഡ് ആയിട്ടാണ് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആണ്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് നമുക്ക് നല്ല ഫെമിലിയർ ആണ്. അതായത് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എപ്പോഴും എന്തായിരിക്കും, യെസ് ഓർ നോ ആയിരിക്കും. അതായത് ഒരു കാര്യം ശരിയാണോ തെറ്റാണോ എന്ന് നമ്മൾ ചോദിക്കാനായിട്ടാണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നെങ്കിൽ യെസ് അല്ലെങ്കിൽ നോ എന്നായിരിക്കും ഇതിൻ്റെ ആൻസർ. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ടത്, സച്ച് ക്വസ്റ്റ്യൻസ് ബിഗിൻ വിത്ത് ആൻ ഓക്സിലറി വേർബ് ഓർ സംടൈംസ് വിത്ത് ദ ലെക്സിക്കൽ ബി. ഒന്നെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഓക്സിലറി വേർബിലായിരിക്കും തുടങ്ങുന്നത്, അല്ലെങ്കിൽ ബി ഫോമിലായിരിക്കും തുടങ്ങുന്നത്. അപ്പോൾ ഓക്സിലറി വേർബൊക്കെ നമ്മൾ നന്നായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മനസ്സിലായിട്ടില്ലെങ്കിൽ നമ്മൾ ഓക്സിലറി വേർബിൻ്റെ ക്ലാസ് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഓക്സിലറി വേർബ്
തുടങ്ങും, അല്ലെങ്കിൽ ബി ഫോമിൽ ഈസ് ആർ എന്നൊക്കെ ഉള്ള ഫോമിൽ തുടങ്ങും. ഈ ക്വസ്റ്റ്യൻ നോക്കിയേ. ഈസ് ദിസ് ദ ഹൗസ് ദ ജാക്ക് ബിൽറ്റ്? ഇതിൽ ഈസ് ബി ഫോമിലാണ് തുടങ്ങിയിരിക്കുന്നത്. ഇതാണോ ജാക്ക് ഉണ്ടാക്കിയ വീട്? അപ്പോൾ ഈസ് ദിസ് ദ ഹൗസ് ദറ്റ് ജാക്ക് ബിൽറ്റ്, അതിൻ്റെ ആൻസർ എന്തായിരിക്കും? ഒന്നുകിൽ യെസ് ആയിരിക്കും, അല്ലെങ്കിൽ നോ ആയിരിക്കും. അപ്പോൾ അങ്ങനെ യെസ് ഓർ നോ എന്ന് ആൻസർ വരുന്ന ക്വസ്റ്റ്യൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. പിന്നെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, യൂഷ്വലി വി ഡു നോട്ട് യൂസ് സം ഓർ സംബഡി ഇൻ യെസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. യെസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ നമ്മൾ സം ഓർ സംബഡി, സംബഡി എന്നുള്ള വാക്കുകളൊന്നും എന്തിൽ യൂസ് ചെയ്യില്ല? ക്വസ്റ്റ്യനിൽ യൂസ് ചെയ്യില്ല. നമ്മളുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ സമ്മും സംബടിയൊക്കെ ഉണ്ടായിരിക്കും, പക്ഷേ അത് ക്വസ്റ്റ്യനിലേക്ക് മാറുമ്പോൾ സമ്മും സംബടിയൊന്നും നമ്മൾ യൂസ് ചെയ്യില്ല. ഇപ്പോൾ സമ്മിന് പകരം നമ്മൾ എന്ത് യൂസ് ചെയ്യും? എനിന്ന് യൂസ് ചെയ്യും. സംബടിക്ക് പകരമോ എനി വൺ എന്നൊക്കെ യൂസ് ചെയ്യും. എക്സാമ്പിൾ നോക്കാം. someone came to see you ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. നിങ്ങൾ കാണാൻ ആരോ വന്നു എന്ന് പറയാണ്. അപ്പോൾ ഡിഡ് എനിവൺ കം ടു സീ മീ? എന്നെ കാണാൻ ആരെങ്കിലും വന്നിരുന്നോ എന്ന് നമ്മൾ ചോദിക്കണം അല്ലേ? അപ്പോൾ ഡിഡ് എനിവൺ, സമ്മണിനുള്ള പകരം എന്തായി മാറി? എനിവൺ എന്നായി. അപ്പോൾ അത് പാസ്റ്റാണ്. കെയിം, സമ്മൺ കെയിം ടു സീ യു, നിങ്ങളെ കാണാൻ ആരും വന്നു. അപ്പോൾ കെയിമിന് നമ്മൾ ഈ ക്വസ്റ്റ്യനിലേക്ക് മാറ്റുമ്പോൾ എങ്ങനെയാക്കും? ഡിഡ് ആക്കണം അല്ലേ? പിന്നെ കം, ഡിഡ് എനിവൺ, സമ്മണിന് പകരം എന്ത് വന്നു? എനിവൺ. ഡിഡ് എനിവൺ കം ടു സീ മീ? However, if we think that the answer is yes, we give a positive orientation by using anyone, some, etc. അപ്പോൾ നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ യെസ് ആണെങ്കിൽ ആ ക്വസ്റ്റ്യനിൽ വേണമെങ്കിൽ നമുക്ക് എനിവൺ, സം എന്നൊക്കെ ക്വസ്റ്റ്യനിൽ യൂസ് ചെയ്യാം. നെഗറ്റീവ് ഓറിയൻറ്റേഷൻ ഓഫൺ ഇൻട്രൊഡ്യൂസസ് ആൻ എലമെൻറ്റ് ഓഫ് സർപ്രൈസ് ഓർ ഡിസ്ബിലീഫ്. ഇപ്പോൾ നെഗറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ചോദിക്കണമെങ്കിൽ അതിൽ എന്താണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്? ഒരു സർപ്രൈസ് തോന്നണ പോലെ, അല്ലെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത പോലെയൊക്കെയാണ് നമ്മൾ ആ ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടത്. അപ്പോൾ എക്സാമ്പിളായിട്ട് ഈസ് ഇൻ യുവർ കാർ വർക്കിംഗ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കാറ് വർക്ക് ചെയ്യുന്നില്ലേ? അത് നമ്മളൊരു സർപ്രൈസ്, അല്ലെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ സർപ്രൈസിങ് ആയിട്ട് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ ഒരു നെഗറ്റീവ് കാര്യമാണ് അതല്ലേ? ദിസ് സെൻറ്റൻസ് റിയലി മീൻസ് ഇറ്റ് ഈസ് റിയലി ട്രൂ ദാറ്റ് യുവർ കാർ ഈസ് നോട്ട് വർക്കിംഗ്. ഐ ഹാഡ് അസ്യൂംഡ് ഇറ്റ് വാസ്. അതായത് ശരിക്കും സത്യമാണോ നിങ്ങളുടെ കാറ് വർക്ക് ഇല്ലെന്ന്? ഐ ഹാഡ് അസ്യൂംഡ് ഇറ്റ് വാസ്, ഞാനും ഓർത്തത് വർക്ക് ചെയ്യും എന്നാണ്. അതായത് ഇതിൻ്റെ അർത്ഥം എങ്ങനെയാണ്? ഇസ് ഇൻ യുവർ കാർ വർക്കിംഗ് എന്ന് ചോദിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങളുടെ കാറ് വർക്ക് ചെയ്യുന്നില്ലേ, അതെനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നുള്ള പോലെയാണ് നമ്മൾ എന്ത് ചോദിക്കേണ്ടത്? നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ യെസ് ഓർ നോ ക്വസ്റ്റ്യനിൽ നമ്മൾ ചോദിക്കേണ്ടത്. ഒന്നെങ്കിൽ സർപ്രൈസ് പോലെ, അല്ലെങ്കിൽ ഡിസ്ബിലീഫ്, നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത പോലെ. Next one is alternative questions. Questions that leave the listener a choice of two possible replies, both of which are mentioned in the questions. അതായത് ഓൾട്ടർനേറ്റീവ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഓൾട്ടർനേറ്റീവ് ക്വസ്റ്റ്യനിൽ ലിസണറിന് എന്തുണ്ടാവും? രണ്ട് പോസിബിൾ റിപ്ലൈസ് ഉണ്ടാവും. അതായത് രണ്ട് ചോയ്സ് കൊടുത്തിട്ടുണ്ടാവും ക്വസ്റ്റ്യനിൽ. ആ ചോയ്സിൽ നിന്ന് ലിസണർ ഏത് വേണമെങ്കിലും തിരഞ്ഞെടുത്ത് അയാൾക്ക് ഉത്തരം പറയും. എക്സാമ്പിൾ നോക്കുമ്പോൾ മനസ്സിലാവും. ഫസ്റ്റ് വൺ, വിൽ യു ട്രാവൽ ബൈ ട്രെയിൻ ഓർ ബൈ ബോട്ട്? നിങ്ങൾ ട്രെയിനിലാണോ ബോട്ടിലാണോ പോകുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കേൾക്കുന്ന ആൾ എന്ത് പറയും ആൻസർ? ഒന്നെങ്കിൽ അയാൾ ട്രെയിനിലാണെങ്കിൽ ട്രെയിൻ എന്ന് പറയും, അല്ലെങ്കിൽ ബോട്ടിലാണെങ്കിൽ ബോട്ട് എന്ന് പറയും. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ എന്തുണ്ട്? രണ്ട് റിപ്ലൈസ്, രണ്ട് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ലിസണറിന് എന്ത് തിരഞ്ഞെടുക്കാം? അയാളുടെ റിപ്ലൈ തിരഞ്ഞെടുക്കാൻ പറ്റും. വേറൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ വിച്ച് ഐസ്ക്രീം വുഡ് യു ലൈക്ക്, ചോക്ലേറ്റ് ഓ വാനില എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഏത് ഐസ്ക്രീമാണ് നിങ്ങൾക്ക് ഇഷ്ടം? ചോക്ലേറ്റ് ആണോ വാനിലയാണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതിൽ ഓപ്ഷൻ ഉണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ ഓപ്ഷൻ, രണ്ട് ചോയ്സസ് ഉള്ള ക്വസ്റ്റ്യൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓൾട്ടർനേറ്റീവ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ടാഗ് ക്വസ്റ്റ്യൻ. A tag question is a short question consisting of an auxiliary verb and a pronoun and is used at the end of a sentence to ask for confirmation. അതായത് ടാഗ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഷോർട്ടായിട്ടുള്ള ക്വസ്റ്റ്യനാണ്, ഷോർട്ട് ക്വസ്റ്റ്യനാണ്. ഇതിലൊരു ഓക്സിലറി വേർബും ഉണ്ടാവും, ഒരു പ്രോനൗണും ഉണ്ടാവും. ഈ ടാഗ് ക്വസ്റ്റ്യൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് എവിടെയായിരിക്കും? ഒരു സെൻറ്റൻസിൻ്റെ അവസാനത്തിലായിരിക്കും. അതെന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഒരു കാര്യം നമ്മൾ കൺഫേം ചെയ്യാൻ, ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ടാഗ് ക്വസ്റ്റ്യൻസ് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ നോക്കാം. യു ആർ ദ മാനേജർ, ആറിൻ യു, നിങ്ങളാണല്ലേ മാനേജർ, നിങ്ങളല്ലേ എന്ന് ചോദിക്കുക. അത് നമ്മൾ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നതാണ്. അപ്പോൾ യു ആർ ദ മാനേജർ, ആറിൻ യു എന്ന്. അപ്പോൾ ഓക്സിലറി വേർബ് ആറിൻ, പിന്നെ യു എന്നുള്ള പ്രോനൗണും. അപ്പോൾ അത് രണ്ടും കൂടി ചേരുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? ടാഗ് ക്വസ്റ്റ്യൻ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മളൊരു കാര്യം കൺഫേം ചെയ്യാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇത് യൂഷ്വലി എവിടെയാണ് വരുന്നത്? അറ്റ് ദ എൻഡ് ഓഫ് എ സെൻറ്റൻസ്. അപ്പോൾ ഈ ടാഗ് ക്വസ്റ്റ്യനെ പറ്റി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് വേറൊരു ക്ലാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക.
അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ഡിക്ലറേറ്റീവ് ക്വസ്റ്റ്യൻസ് ആണ്. എ ഡിക്ലറേറ്റീവ് ക്വസ്റ്റ്യൻ ഇസ് റിയലി എ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ഇൻ ദ ഫോം ഓഫ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓൺലി ദാറ്റ് ഇറ്റ് ഹാസ് എ റൈസിങ് ഇൻറ്റൊനേഷൻ. ഡിക്ലറേറ്റീവ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ്റെ ഫോമിൽ തന്നെയാണ്. അത് എന്ത് ഫോമിലാണ് ഇരിക്കുന്നത്, ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലെ ഇരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഇത് ഡിക്ലറേറ്റീവ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസർ എപ്പോഴും എന്തായിരിക്കും, യെസ് ഓർ നോ തന്നെയാണ് വരുന്നത്. ആൻഡ് ദാറ്റ് ഇറ്റ് ഹാസ് എ റൈസിങ് ഇൻറ്റൊനേഷൻ. ഈ ക്വസ്റ്റ്യനിൽ എപ്പോഴും റൈസിങ് ഇൻറ്റൊനേഷനാണ് വരുന്നത്. എക്സാമ്പിളായിട്ട് യു ഹാവ് ഗോട്ട് ദ ടിക്കറ്റ് എന്ന് നമ്മൾ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയോ എന്ന്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയില്ലേ എന്ന് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയില്ലേ, യു ആർ കമ്മിങ് വിത്ത് അസ്, നിങ്ങൾ ഞങ്ങളുടെ വരുന്നുണ്ടല്ലേ. അവിടെ നമുക്ക് യു ഹാവ് ഗോട്ട് ദ ടിക്കറ്റ് എന്ന് നമ്മൾ ക്വസ്റ്റ്യൻ അല്ലാണ്ടും പറയാം, അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടും പറയാം. അല്ലെങ്കിൽ യു ആർ കമ്മിങ് വിത്ത് അസ് എന്ന് നമുക്ക് സ്റ്റേറ്റ്മെൻ്റ് അല്ലാണ്ടും പറയാം. പക്ഷേ ഇത് ക്വസ്റ്റ്യൻ രൂപത്തിലാകുമ്പോൾ ഇതിൻ്റെ ആൻസർ എപ്പോഴും എന്തായിട്ട് വരും, യെസ് അല്ലെങ്കിൽ നോ ആയിട്ട് വരും. എക്സ്ക്ലമേറ്ററി ക്വസ്റ്റ്യൻ. Though a question in form, it has the function of an exclamation. Like a question tag, it asks for confirmation. അതായത് ഇതൊരു ക്വസ്റ്റ്യൻ്റെ ഫോമിൽ തന്നെയാണെങ്കിലും ഇറ്റ് ഹാസ് ദ ഫങ്ഷൻ ഓഫ് ആൻ എക്സ്ക്ലമേഷൻ. ഒരു അത്ഭുതത്തോടെ നമ്മൾ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഇത്. ലൈക്ക് എ ക്വസ്റ്റ്യൻ ടാഗ്, ഇറ്റ് ആസ്ക് ഫോർ കൺഫർമേഷൻ. ഒരു കൺഫർമേഷന് വേണ്ടി തന്നെയാണ് ക്വസ്റ്റ്യൻ ടാഗിൽ നമ്മളൊരു കാര്യം കൺഫേം ചെയ്യാനായിട്ടാണ് എന്ത് ചോദിക്കുന്നത്, ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അതുപോലെ തന്നെയാണ് എക്സ്ക്ലമേറ്ററി ക്വസ്റ്റ്യനിലും. എക്സ്ക്ലമേറ്ററി ക്വസ്റ്റ്യനിൽ എങ്ങനെയാണ്, അത് ഒരു ക്വസ്റ്റ്യൻ്റെ ഫോമിലായിരിക്കും, പക്ഷേ അതിൽ ക്വസ്റ്റ്യൻ ടാഗ് പോലെ തന്നെ ജസ്റ്റ് ഒരു കൺഫർമേഷന് വേണ്ടിയിട്ട് നമ്മൾ ചോദിക്കുന്നതായിരിക്കും. അതായത് ഹാസ് ഷീ നോട്ട് ഗ്രോൺ, അവൾ ഇതുവരെ വലുതായില്ലേ എന്ന് നമ്മൾ ചോദിക്കുക. വാസൻറ്റ് ഇറ്റ് എ വണ്ടർഫുൾ പെർഫോമൻസ്, നല്ല പെർഫോമൻസ് ആയിരുന്നല്ലേ, അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ അതെന്താണ്, ഒരു എക്സ്ക്ലമേഷൻ പോലെ തന്നെയാണ്, പക്ഷേ അത് ഒരു ക്വസ്റ്റ്യനുമാണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എക്സ്ക്ലമേറ്ററി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് റെട്ടോറിക്കൽ ക്വസ്റ്റ്യൻ. റെട്ടോറിക്കൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻഫാക്റ്റ് എ ഫോഴ്സ്ഫുൾ സ്റ്റേറ്റ്മെൻറ്റ്, ഒരു പവർഫുൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്ത്, റെട്ടോറിക്കൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അതായത് ഭയങ്കര അലങ്കാര രീതിയിൽ നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് എന്ത്, റെട്ടോറിക്കൽ ക്വസ്റ്റ്യൻസ്. എക്സാമ്പിൾ നോക്കൂ, ഹു വുഡ് ഫാദേഴ്സ് ബെയർ ടു ഗ്രണ്ട് ആൻഡ് സ്വെറ്റ് അണ്ടർ എ വെരി ലൈഫ്. ഇതിൽ ഭയങ്കര അലങ്കാര ഭാഷയാണ് യൂസ് ചെയ്തത്. അങ്ങനെ അലങ്കാരപരമായിട്ട് നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനെയാണ് എന്ത് പറയുന്നത്, റെട്ടോറിക്കൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അത് ഭയങ്കര ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള, ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റും ആയിരിക്കും. The indirect question. It is a modified question in which the question part is reduced to a noun phrase. ഇതൊരു മോഡിഫൈഡ് ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ക്വസ്റ്റ്യൻ പാർട്ട് എന്തായിട്ട് മാറ്റിയിട്ടുണ്ടാവും, ഒരു നൗൺ ഫ്രേസ് ആയിട്ട് മാറ്റിയിട്ടുണ്ടാവും. അപ്പോൾ ഇതൊരു ഇൻഡയറക്റ്റ് ഫോമിലും ആയിരിക്കും എന്ത് കിടക്കുന്നത്, ഈ ക്വസ്റ്റ്യൻ. അതുകൊണ്ടാണ് ഇതിനെ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് ഐ ആസ്ക് ഹിം വാട്ട് ഹിസ് നെയിം വാസ്, ഞാൻ അവനോട് അവൻ്റെ പേര് എന്താണെന്ന് ചോദിച്ചു എന്ന്. അപ്പോൾ ഇത് ഇൻഡയറക്റ്റ് ആയിട്ടാണ് പറയുന്നത് അല്ലേ, ഡയറക്റ്റ് ഫോമിലല്ല വേറൊരാളോട് ചോദിച്ച ഒരു കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന കുറച്ച് എക്സാമ്പിൾസും അതിൻ്റെ കറക്റ്റ് ഫോമുമാണ്. യു ഷുഡ് ടെൽ മീ വൈ ഡിഡ് യു ആസ്ക് ഹിം ടു ഗോ ഔട്ട്. ഇവിടെ എന്താണ് കറക്റ്റ് ഫോം, യു ഷുഡ് ടെൽ മീ വൈ യു ആസ്ക് ഹിം ടു ഗോ ഔട്ട്. ഇവിടെ ഡിഡ് വേണ്ട, വൈ യു ആസ്ക് ഹിം ടു ഗോ ഔട്ട് എന്ന് മതി. സെക്കൻഡ് വൺ, യു ഡിഡ് ദിസ് ടു ഇൻസൾട്ട് ഹിം. ഡിഡ് യു, ഇവിടെ യു ഡിഡ് ദിസ് ടു ഇൻസൾട്ട് ഹിം, ഇവിടെ ക്വസ്റ്റ്യൻ ടാഗാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ യു ഡിഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ നെഗറ്റീവായിട്ടാണ് ക്വസ്റ്റ്യൻ ടാഗ് ചോദിക്കേണ്ടത്. അപ്പോൾ ശരിക്കും ഇതിൻ്റെ ഡിഡ് യു അല്ല വരേണ്ടത്, എങ്ങനെ വരേണ്ടത്, ഡിൻറ്റ് യു ആണ് വരേണ്ടത്. ഡു യു നോ സംതിങ് അബൌട്ട് വാട്ട് ആക്ച്വലി ഹാപ്പൻ ദെയർ. നമ്മൾ പറഞ്ഞു സംതിങ് അവിടെ യൂസ് ചെയ്യില്ല, എന്താണ് യൂസ് ചെയ്യുന്നത്, എനിത്തിങ്. ഡു യു നോ എനിത്തിങ് അബൌട്ട് വാട്ട് ആക്ച്വലി ഹാപ്പൻഡ് ദെയർ. whom do you want to see. whom do you വേണ്ട, who do you want to see മതി. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിലുള്ള കാര്യങ്ങൾ. താങ്ക് യു.